ഇതെൻ്റെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. ഞാൻ ഇതുവരെ വീഡിയോസൊന്നും അങ്ങനെ ലോങ് ആയിട്ട് ഇട്ടിട്ടില്ല. പിന്നെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ എന്താവുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ഹെയർ കട്ട് ചെയ്യാൻ പോവാണ്. എൻ്റെ വീട്ടിൽ ആർക്കും ഇഷ്ടമല്ല മുടി വെട്ടണത്. അതുകൊണ്ട് ഞാൻ പിന്നെ ഇപ്പോൾ 4-5-6 വർഷം കൊണ്ട് ഞാൻ ഇങ്ങനെ വെട്ടെന്ന് ചോദിച്ച് എന്തോ ഒരു ഭാഗ്യത്തിനൊരു സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പോയി വെട്ടം വെച്ചാൽ വീടിൻ്റെ അടുത്തുള്ള സലൂണിൽ തന്നെയാണ് പോകുന്നത്. കാരണം ഇന്നെന്തായാലും വേറൊരിടത്തും പോകാൻ ടൈമില്ല. ഇന്ന് പോയി വെട്ടിയില്ലെങ്കിൽ പിന്നെ ഞാനും ചിലപ്പോൾ മടിക്കും, എൻ്റെ വീട്ടുകാരും സമ്മതിക്കത്തില്ല വെട്ടാനായിട്ട്. പിന്നെ പ്രത്യേകിച്ച് ഞാൻ വേറെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ആരുടെ അടുത്തൊന്നും ചോദിച്ചില്ല, കാരണം ആർക്കും ഇഷ്ടമല്ല മുടി വെട്ടണം. അപ്പം ഞാനേ പാതി മനസ്സോടെയാണ് ഇപ്പോൾ വെട്ടണത്. ഇനി അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവർ വെട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എന്തായാലും ഞാൻ ഉറപ്പിച്ച് വെട്ടാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഉള്ള അവസ്ഥ എനിക്കറിയത്തില്ല. ഞാൻ പണ്ട് 8ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് ഇതെപ്പോഴും മുടി വെട്ടിയിട്ട് വീട്ടിൽ വന്നിട്ട് ഭയങ്കര പുറത്ത് കാണിച്ചില്ല, കാരണം എൻ്റെ ഇടയിൽ പോയി ഭയങ്കരമായിട്ട് എനിക്ക് വിഷമം ഇതൊക്കെ ഉണ്ടായിരുന്നു. കാരണം വളർന്നു വരെ അത്രയും ടൈം എടുക്കും. പിന്നെ മുടിയല്ലേ വെട്ടിയാൽ വളരും. പക്ഷെ എന്നാലും ഇത് പറയുമ്പോഴത്തേക്കും വെട്ടണോ വേണ്ടെന്ന് എൻ്റെ മനസ്സ് വീണ്ടും മാറുന്നുണ്ട്. എന്തായാലും വെട്ടാം, മുടിയല്ലേ വളരും, പേടിക്കണ്ട. ഇപ്പോൾ ആവശ്യത്തിന് ഇത്രയും ലെങ്ത് ഉണ്ട്. ഞാൻ ലെങ്ത്ത് ഒരുപാട് എനിക്ക് കുറയ്ക്കണമെന്നുണ്ട്. പക്ഷെ അമ്മ കൂടെ വരണമുണ്ട്. അതുകൊണ്ട് വെട്ടുമ്പോഴത്തേക്ക് അമ്മ അവരുടെ അടുത്ത് അങ്ങനെ വെട്ടല് ഇങ്ങനെ വെട്ടരുത്, നീളം കുറയ്ക്കരുത്, മറ്റൊരാണ് മറിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് സ്റ്റെപ്പ് വെട്ടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ സ്റ്റെപ്പ് വെട്ടുമ്പോഴത്തേക്ക് ഒരുപാട് മുടി ലെങ്ത്ത് കുറയും. എന്തായാലും നോക്കാം. എനിക്ക് ലെങ്ത്ത് കുറയ്ക്കണമെന്നുണ്ട്. കാരണം വർഷങ്ങളായിട്ട് ഇത്രയും ഇതിൽ കാണുന്നതുകൊണ്ട് ഒരു ചേഞ്ച് വേണമെന്ന് ആഗ്രഹമുണ്ട്. എന്താവുമെന്ന് എനിക്കറിയത്തില്ല. അച്ഛനെ വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്കും അച്ഛൻ സമ്മതിച്ചില്ല. എന്നാലും പാതി മനസ്സോടെ ലാസ്റ്റ് ഞാൻ പറഞ്ഞ് ഓക്കെ പറഞ്ഞ്. ഇനി വെട്ടിയിട്ട് വന്ന് എൻ്റെ കോലം കാണുമ്പോഴത്തേക്ക് എങ്ങനെയാണ് റിയാക്ട് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. അത് കുറേ പേര് റിയാക്ഷൻ എടുക്കാനുണ്ട്. എൻ്റെ ഫ്രണ്ട്സൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും കൊന്നോളെ. എന്നെക്കാട്ടിലും എൻ്റെ മുടി ബാക്കിയുള്ളവർക്കാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ എന്തായാലും നോക്കാം. പിന്നെ 100% ഉറപ്പാണ് ഞാൻ എന്തായാലും റിഗ്രറ്റ് അടിക്കും ഇത് വന്നിട്ട്. കാരണം ഞാൻ ആദ്യം 8ാം ക്ലാസ്സിൽ, പിന്നെ കുഞ്ഞിലെ മീൻസ് എനിക്ക് ഓർമ്മയില്ലാത്ത സമയത്താണ് എൻ്റെ വീട്ടുകാർ മുടി വെട്ടിയത്. അതിനുശേഷം പിന്നെ ഞാൻ 8ാം ക്ലാസ്സിലായപ്പോഴാണ് അതും കൂടെയുള്ള ഫ്രണ്ട്സൊക്കെ മുടി വെട്ടണത് ഇത് വീഡിയോസൊക്കെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ആഗ്രഹം തോന്നി. അങ്ങനെ മുടി വെട്ടാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ വെട്ടിയിട്ട് വന്നപ്പോഴത്തേക്കും എല്ലാവരും വായിലിരിക്കണതൊക്കെ കേട്ട് എനിക്കിഷ്ടപ്പെട്ടു പേഴ്സണലി. പക്ഷേ മുടിയുടെ ലെങ്ത് അത്രയും കുറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഇതായി. പിന്നെ 3 വർഷം എടുത്തിട്ടാണ് ഇപ്പോൾ ഇത്രയും ലെങ്ത് ആയത്. പിന്നെ ഇതിപ്പോൾ മെയിനായിട്ട് ഞാൻ വെട്ടാൻ കാരണം ഒന്നാമത്തെ കാര്യം, എനിക്ക് മുടി അങ്ങനെ ഭയങ്കരമായിട്ട് കെട്ടാനൊന്നും അറിയത്തില്ല. അപ്പോൾ കോളേജിൽ പോകുന്ന സമയത്തായാലും എൻ്റെ ഇടയ്ക്കൊരു കോൾ വന്നതാണ്. അപ്പോൾ എനിക്ക് കോളേജിൽ പോകുന്ന സമയത്തായാലും മുടി കെട്ടാനൊക്കെ ഭയങ്കര പാടാണ്. പിന്നെ ഭയങ്കരമായിട്ട് എനിക്ക് വേർക്കുന്നുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്ത്. പിന്നെ അതിനിടയ്ക്ക് പോയി കളറടിച്ച്, അതും ഒരു വലിയ യുദ്ധത്തിന് ശേഷം കളറടിക്കാൻ സമ്മതിച്ചാൽ കളറടിച്ചപ്പോഴത്തേക്ക് എനിക്ക് എല്ലാവർക്കും നോർമലി ഉണ്ടാകുന്ന അത്ര ഡാമേജൊന്നും എൻ്റെ ഹെയറിന് ഉണ്ടായില്ല. പക്ഷെ ഭയങ്കരമായിട്ട് ഫ്രിസ് ആവുന്നുണ്ട്. പിന്നെ കൊഴിച്ചിലൊന്നും അങ്ങനെയില്ല. പക്ഷെ മുടി എൻ്റെയൊക്കെ വന്നിട്ട് ഒരുമാതിരി മറ്റേ ചകിരി കിടക്കും പോലെ ആയിട്ടുണ്ട്. അപ്പം എന്തായാലും കുറേ നാളുകൊണ്ട് ആഗ്രഹിച്ച് എന്തായാലും ആരും സമ്മതിക്കില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷെ എന്തോ ഒരു ഭാഗ്യത്തിന് എല്ലാവരും സമ്മതിച്ച്. എല്ലാവരും അല്ല, കുറച്ചേരൊക്കെ സമ്മതിച്ച്. അവർ ഫുൾ സപ്പോർട്ടോടെയൊന്നും ഇഷ്ടമില്ലാതെ ഇഷ്ടത്തോടെ എന്തോ ഒരു സമ്മതിച്ചു. അപ്പം എന്തായാലും ഇപ്പം തന്നെ ഇല്ലെങ്കിൽ ഞാനും എന്തായാലും എൻ്റെ തീരുമാനം മാറും. കാരണം ഞാൻ ഇടയ്ക്ക് വെട്ടണമെന്ന് വിചാരിക്കും. എന്നിട്ട് പിന്നെ എൻ്റെ ഹെയറുള്ള ഫോട്ടോസും ബാക്കി ഒരാൾക്കാർ ഹെയർ വളർത്തുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും വേണ്ട വെട്ടണ്ടെന്നൊക്കെ തോന്നും. പിന്നെയും തോന്നും. ഇന്നങ്ങനെ തോന്നി. എന്തായാലും റെഡിയായി. ബാക്കി അവിടെ പോയി. പക്ഷെ വെട്ടി വരുമ്പോഴത്തേക്ക് എങ്ങനെ ആവുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. വീട്ടിൽ വരുമ്പോഴത്തേക്ക് അച്ഛനെ കൊല്ലുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അച്ഛനൊന്നും ഒട്ടും ഇഷ്ടമല്ല മുടി വെട്ടണത്. അപ്പോൾ എന്തായാലും നോക്കാം. പിന്നെ മെയിനായിട്ട് എനിക്ക് ഞാൻ പിന്നെ അങ്ങനെ വലുതായിട്ട് ഹെയർ സൂക്ഷിക്കുന്ന ആളൊന്നുമല്ല സത്യത്തിൽ. ഇതെങ്ങനെയോ വളർന്നതാണല്ല, ഞാൻ വളർത്തണമൊന്നുമല്ല. അങ്ങനെ ഹെയർ കെയറോ അങ്ങനെ ഒന്നും ചെയ്യണില്ല, അല്ലാതെ വളർന്നതാണ്. അപ്പം ഇനിയെങ്കിലും വെട്ടാന്ന് വിചാരിച്ചിട്ട് മുടിയല്ലേ വെട്ടിയാൽ വളരും അങ്ങനെ പറഞ്ഞ് ആശ്വസിക്കാം. എനിക്ക് നല്ല പേടിയുണ്ട് വെട്ടിക്കഴിഞ്ഞിട്ട് എങ്ങനെയെന്ന്. വെട്ടിക്കഴിഞ്ഞിട്ട് മുടി കെട്ടി വെക്കും. ഇന്ന് വരെ മുടി അങ്ങനെ അഴിച്ചിടാറില്ല. കാരണം ഇത്രയും ലെങ്ത്തുള്ള മുടി അഴിച്ചിടുമ്പോഴത്തേക്ക് കാറ്റടിക്കുമ്പോൾ എല്ലാം കൂടെ ചുരുണ്ട് മുകളിൽ കയറും. അപ്പം എനിക്ക് മുടി വെട്ടിയിട്ട് അഴിച്ചിടണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇതാ വെട്ടിക്കഴിഞ്ഞിട്ട് വരുമ്പം എല്ലാവരും എങ്ങനെയാണെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വെട്ടിക്കഴിക്കുമ്പം കുറേ ഇയറായിട്ട് ഇങ്ങനെ ലോങ് ഹെയറിൽ കാണുന്നുണ്ട്, അറിയത്തില്ല. എന്തായാലും നമുക്ക് പോയിട്ട് നോക്കിയപ്പം ഇത്രയാണ് മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടാണ്. ഇങ്ങനെ കെട്ടുമ്പോഴത്തേക്ക് അങ്ങനെ ഭയങ്കര
പാടാണിത് ചെയ്യാനായിട്ട്. അമ്മയുടെ താങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മ റെഡി വന്നിട്ട് അപ്പോൾ അവിടെ പോയാലും അവർ വെട്ടണതിനിടയ്ക്ക് അമ്മ അങ്ങനെ നീളം കുറയ്ക്കരുത്, ഇത് കുറയ്ക്കരുത് എന്നൊക്കെ ഇവിടെ നിന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് നീളമൊന്നും കുറയ്ക്കില്ലെന്ന്. എനിക്ക് ഒരുപാട് ലെങ്ത്ത് കുറയ്ക്കാൻ താല്പര്യമില്ല. പക്ഷെ എന്തായാലും നോക്കാം. എനിക്കിങ്ങനെ അയച്ചുമ്പോൾ നല്ല ബൗൺസി ആയിട്ട് ഇങ്ങനെ കിടക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതാണ് ഉദ്ദേശിച്ചത്. ഞാൻ 2-3 റെഫറൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും പോയിട്ട് വന്ന് നോക്കാം. പിന്നെ എൻ്റെ അമ്മമ്മയ്ക്കൊന്നും ഒട്ടും ഇഷ്ടം. അമ്മമ്മ പറയും കൊഴുപ്പ് മുകളിൽ മുടി വെട്ടിക്കളയാന്നൊക്കെ പറയും. ഇനി എനിക്കും വെട്ടിയിട്ട് വരുമ്പോഴത്തേക്ക് അങ്ങനെ തോന്നുമെന്ന് അറിയത്തില്ല. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് പോയി വെട്ടിയിട്ട് വന്നാൽ മതിയായിരുന്നു. വെട്ടണോ ഗൈസ്? അപ്പോൾ എനിക്ക് നല്ലൊരു ഡൗട്ട് തോന്നുന്നുണ്ട് വെട്ടണോ വേണ്ടിയെന്ന്. കാരണം കഷ്ടപ്പെട്ട് ഇത്രയുണ്ട് ഏകദേശം. അപ്പം ഞാൻ കഷ്ടപ്പെട്ടൊന്നുമില്ല, തന്നെത്താനെ വളർന്നതാണ്. മുടിയല്ലേ, വളരെ പേടിക്കണ്ട. എനിക്കറിയത്തില്ല. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇത്രയും കഷ്ടപ്പെട്ട് എന്തിനാണ് വെട്ടണേന്ന്. ഗൈസ്, എനിക്ക് വെട്ടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇത്രയും നാൾ എന്നെ ലോങ് ഹെയറിൽ കണ്ടിട്ട് ഇനി വെട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാവും എന്നോ ഇത് നമുക്ക് വേറെ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുന്നതൊന്നും അല്ലല്ലോ. കാരണം ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. കുഴപ്പമില്ല, നോക്കട്ടെ. കൊള്ളാമോ ഗൈസ്? എനിക്ക് പിന്നെ എന്നെ ഏത് കൊലത്തിൽ കണ്ടാലും ഭംഗിയുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇനി പോയിട്ട് വന്ന് കാണാം. അങ്ങനെ സലൂണിലെത്തി. വീടിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് നടന്നു വരാമെന്നുള്ള ദൂരമേ ഉള്ളൂ. പക്ഷെ ഭയങ്കര തിരക്കനാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്ന്. വെയിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ എൻ്റെ മനസ്സിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. വെട്ടണോ വേണ്ടേന്ന്. ഉള്ളിൽ നല്ല പേടിച്ചിട്ടാണ് ഇരിക്കണത്. എങ്ങനെ ആവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാതെ തന്നെ നല്ല ടെൻഷനുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെന്നെ കുളിപ്പിച്ച് നനഞ്ഞ കുഴീനെ പോലെ കൊണ്ടിരുത്തിയിട്ടുണ്ട്. ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്താണ് ചെയ്തത്. അപ്പം അമ്മ അവിടെ ഇരുന്നിട്ടിങ്ങനെ ഭയങ്കര വിഷമത്തിലിരിക്കുകയാണ്. ലെങ്ത്ത് കുറയ്ക്കില്ലേ എന്നും പറഞ്ഞുകൊണ്ട്. ഞാൻ വീഡിയോ എടുത്തപ്പോഴത്തേക്കും അമ്മ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് മുടി കട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. കട്ട് ചെയ്യണ കാണുമ്പോഴത്തേക്കും വിഷമമുണ്ട്. പിന്നെ എൻ്റെ ഐഡിയ ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും മുടിയല്ലേ വളരും. അങ്ങനെ അവിടുത്തെ ചേച്ചി ഇങ്ങനെ കട്ട് ചെയ്ത് ഇടുന്ന കാണുമ്പോഴത്തേക്കും ചെറുതല്ല ഇച്ചിരി വലിയ ഒരു നെഞ്ചെടുപ്പുണ്ടായിരുന്നു. അങ്ങനെ അതിനെല്ലാം കട്ട് ചെയ്തൊക്കെ കഴിഞ്ഞാൽ ഇനി മുടി സെറ്റ് ചെയ്താൽ മതി. അപ്പം അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഹെയർ ഇങ്ങനെ സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഡ്രയർ വെച്ച് നല്ല രീതിക്ക് മുടി ഉണക്കിയതിന് ശേഷമാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ടോളിയും കൂടിയതുപോലെ തോന്നും. അതിനിടയ്ക്ക് ഞാൻ താഴോട്ട് നോക്കിയപ്പോഴത്തേക്കും എൻ്റെ മുടി ഇത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. പിന്നെ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇത് കണ്ടപ്പോഴത്തേക്കും ഒരു സമാധാനമായി. അത്രയും മുടി പോയി. മുടിയല്ല വളരണം, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഈ ലുക്ക് എനിക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് കമൻറ്റ് ചെയ്യും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഹലോ, അങ്ങനെ ഇത് ഹെയർ കട്ട് ചെയ്തതിൻ്റെ അടുത്ത ദിവസമാണ്. ഇപ്പം എൻ്റെ ഹെയറിൻ്റെ കോലം കണ്ടില്ലേ? സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ആദ്യമൊക്കെ ടെൻഷനുണ്ടായിരുന്നു, പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായാലും. ഞാൻ കളർ ചെയ്തിട്ടുണ്ടായിരുന്നുകൊണ്ട് ഇപ്പം മുടി കട്ട് ചെയ്തപ്പോഴത്തേക്കും അതിപ്പോൾ നല്ല രീതിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ക്യാമറ കാണുന്നതിനെക്കാട്ടിലും നല്ല രീതിക്ക് ഇത് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. ഞാൻ ലെങ്ത്ത് കുറഞ്ഞതിന് എല്ലാവർക്കും സങ്കടം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ അവിടെ ചെന്നിട്ട് അമ്മ എന്തോന്ന് ഇത്രയും വെട്ടരുത് പറഞ്ഞ് ഞാൻ പറഞ്ഞ അവരടുത്ത് വെട്ടിക്കോ എന്ന് പറഞ്ഞു. എന്തായാലും വെട്ടാൻ പോയി. പിന്നെ വെട്ടിയിട്ട് തന്നെ കാര്യം. അങ്ങനെ കട്ട് ചെയ്തിപ്പം ഹെയർ വാഷ് ചെയ്തിട്ടില്ല ഇന്നലെ ചെയ്തതിന് ശേഷം. പക്ഷെ വാഷ് ചെയ്താലും ഇങ്ങനെ തന്നെ കിടക്കുമായിരിക്കും. കാരണം ഞാൻ അങ്ങനെ ഇതിപ്പോൾ ഏത് ഇതാണ് കട്ട് ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാണ്. ഞാനൊരു ഫോട്ടോ കാണിച്ചു കൊടുത്ത് എന്നിട്ട് എനിക്ക് മാക്സിമം ഓളിയം തോന്നിക്കുന്ന രീതിക്ക് എൻ്റെ ലെങ്ത് അത്രയും പോയി ഗായ്സ്. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കളർ ചെയ്തിട്ടും കൂടെ ഉള്ളതുകൊണ്ട് ഭയങ്കര എൻഹാൻസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ആ കളർ നല്ല രീതിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. എനിക്കിഷ്ടപ്പെട്ടോ ഗൈസ്, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത്രയും നല്ല ലെങ്ത്തുള്ള മുടി കണ്ടിട്ട് ഇപ്പോൾ കണ്ടപ്പോഴത്തേക്കും കുഴപ്പമില്ല. പക്ഷെ എനിക്ക് നല്ലതായിട്ട് സ്യൂട്ടാവുന്നുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. പിന്നെ എത്ര കുറേ ദേശത്ത് നിന്നാലും ഞാൻ ഭയങ്കര സുന്ദരിയാണ്. ഇനി വേണം മുടി അഴിച്ചിട്ട് കുറച്ച് ഷോ വയ്ക്കാം.
പക്ഷെ ഇപ്പോൾ അഴിച്ചിടുമ്പോഴത്തേക്കും മുടി കെട്ടാൻ പറ്റുന്നില്ല. കെട്ടി വെക്കണം എന്നുള്ള പേര് പറഞ്ഞാൽ ഞാൻ മുടി പോയി കട്ട് ചെയ്തപ്പോഴത്തേക്ക് കെട്ടി വെക്കാൻ പറ്റുന്നില്ല. കോളേജിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കെട്ടി വെക്കാൻ കൊള്ളത്തില്ല. എൻ്റെ ഹെയറിങ് ഈ ഒരു സ്റ്റൈൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അതെന്തായാലും ആരും സമ്മതിക്കത്തില്ല. എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. നേരത്തെ ഹെയറാണോ ഇതാണോ എനിക്ക് സ്യൂട്ടാവുന്നതെന്ന് കമൻറ്റ് ചെയ്യണം. ലോങ് ഹെയർ ആയിരിക്കും. ഞാനിട്ട് ഇൻസ്റ്റയിൽ പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അവിടെ ചെന്നിട്ട് സലൂണിൽ ചെന്നിട്ടാണ് പോളിട്ട സമയത്ത് 85-90% വരെ ആൾക്കാർ നോ പറഞ്ഞു. ഞാൻ വീട്ടിൽ നിന്നാണ് പോളിട്ടതെങ്കിൽ എന്താ ഉറപ്പായിട്ട് ഹെയർ കട്ട് ചെയ്യത്തില്ലായിരുന്നു. കുറച്ച് പേര് കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി മെജോറിറ്റി 90% ആൾക്കാർ ഹെയർ കട്ട് ചെയ്യണ്ടെന്ന് തന്നെ അത് കണ്ടതടിച്ച് വീടിന് പോയി. അപ്പോഴത്തേക്ക് എൻ്റെ ഹെയർ കട്ട് ചെയ്ത് തുടങ്ങി. വീട്ടിൽ വെച്ച് ഞാൻ അതാണ് പോളിടാത്തത്. എങ്കിൽ എൻ്റെ മനസ്സ് മാറിയാണ്. പക്ഷെ നമ്മളൊരു കാര്യം വിചാരിച്ചാൽ ചെയ്യണം. പക്ഷെ വീട്ടുകാരുടെ സമ്മതത്തോടെ ആയിരിക്കണം. എനിക്കെന്തായാലും ഇത് ഇഷ്ടപ്പെട്ട് നല്ല രീതിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പോയിട്ട് വന്നപ്പോഴത്തേക്ക് നല്ല ലേറ്റായി. അപ്പോൾ എനിക്ക് ബാക്കി വീഡിയോ എടുക്കാൻ പറ്റില്ല. അതാണ് പിന്നെ ഇന്ന് എടുത്തത്. ഇല്ലെങ്കിൽ ഞാൻ ഇന്നലെ തന്നെ ബാക്കി വീഡിയോ കംപ്ലീറ്റ് ചെയ്തതാണ്. പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റില്ല. ഇരുട്ടാൻ്റെ ആരെയും റിയാക്ഷൻസോ അങ്ങനെ എനിക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ ഈ വീട്ടിൽ ഞാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ മനസ്സിലുള്ള റിയാക്ഷൻ ഇടുന്നത് ഒരേ ഒരാളേ ഉള്ളൂ. ഈ വീട്ടിൽ എൻ്റെ അനിയത്തി. അവളെ റിയാക്ഷൻ ഉണ്ട്. ഞാൻ ഇതിലിടാൻ പറ്റുമെങ്കിൽ ഇതിലിട്ടേക്കാം. എല്ലാവരും പറയും ഇനിയിപ്പോൾ ഷോയാണ് പറഞ്ഞാൽ സാരമില്ല. പൈസ കൊടുത്ത് പറ്റിയതല്ല, കുറച്ച് ഷോയൊക്കെ കാണിക്കും. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഷോർട്സ് ഇടുമ്പോഴത്തേക്കും ആവശ്യത്തിന് സപ്പോർട്ടൊക്കെ എല്ലാവരുടെയും ഉണ്ട്. അപ്പോൾ ഇനിയും അതേപോലെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസ് കാണുന്നതിൽ കുറേ പേരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കടയിൽ ചെന്നിട്ട് മുടി വെട്ടുമ്പോഴത്തേക്കും അമ്മയുടെ മുഖം ഇപ്പം കരീനെക്കാട്ടിലും വിഷമം അമ്മയൊക്കെ ആയിരുന്നു. അവിടെ ഹെയർ കട്ട് ചെയ്തുകൊണ്ടിരുന്ന അവിടുത്തെ ചേച്ചിയും പറഞ്ഞായിരുന്നു എന്നെക്കാട്ടിലും വിഷമം അമ്മയ്ക്കുണ്ട്. അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാണ്. പിന്നെ എനിക്കത്ര വിഷമം ഇല്ലാത്തത് ഞാൻ ഭയങ്കരമായിട്ട് കെയർ ചെയ്തൊന്നും വളർന്നതല്ല, അതല്ലാതെ വളർന്ന മുടിയാണ്. അതുകൊണ്ട് പിന്നെ നമ്മൾ അതിന് വേണ്ടി എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴല്ലേ നമുക്കൊരു വിഷമം വരുള്ളൂ. ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. പിന്നെ ഞാൻ കുറച്ച് മെലിഞ്ഞിട്ടൊക്കെ ഹെയർ കട്ട് ചെയ്യാനാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ മെലിയണതേ നടക്കാനില്ല, ഇതെങ്കിലും നടക്കട്ടെ എന്ന് വിചാരിച്ചു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.